ഉന്നത വിദ്യാഭ്യാസത്തിൽ നമ്മൾ കണ്ടമാനം പണം കോളേജുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സെൻറ്റേഴ്സ് ഫോർ എക്സലൻസ് തുടങ്ങുന്നുണ്ട്, നമ്മൾ പിന്നെ സയൻസ് പാർക്കുകൾ തുടങ്ങുന്നുണ്ട്, ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റേഴ്സ് തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം കൂടെ വലിയ രീതിയിൽ വരുമ്പോൾ ആ ഏരിയയിലും വലിയൊരു ഇപ്പം കുട്ടികൾ പഠിക്കാൻ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടല്ലോ, അതിനും കൂടെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കായിരിക്കും നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം റൈപ്പായിട്ട് വരാൻ ഒരു 2 കൊല്ലം കൂടി ഇനി എടുക്കും. കാരണം അതിനകത്ത് വരണം, അതിനകത്ത് ലാബ് സെറ്റപ്പ് ചെയ്യണം, അങ്ങനെ കുറച്ചുണ്ട്. ഇതൊക്കെ അത്ര പെട്ടെന്ന് നടക്കുന്നതല്ലോ. ഇത് ഞാൻ പറയുമ്പോൾ നോർമലായിട്ടുള്ള ബഡ്ജറ്റിൽ ഹയർ എഡ്യൂക്കേഷനൊരു വിഹിതമുണ്ട്, പിന്നെ ഹെൽത്തിനൊരു വിഹിതമുണ്ട്. ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 10 കൊല്ലം കൊണ്ട് ഹെൽത്ത് ബഡ്ജറ്റിൽ കൂടെ എന്ത് ചെയ്യാമായിരുന്നോ അതാണ് നമ്മൾ കിഫ്ബിയിൽ ചെയ്യുന്നത്. ഇനിയിപ്പം കിഫ്ബിയുടെ പല കാര്യങ്ങളും നടക്കാനിരിക്കുന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം വർക്കല കനാൽ തുറക്കും. വർക്കല കനാൽ ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൻ്റെ ഐശ്വര്യമായിരുന്നു അല്ലേ? അത് നമുക്ക് തുറക്കാൻ കഴിയുക, അതിലൂടെ ബോട്ട് ഓടിക്കാൻ കഴിയുക എന്ന് പറയുന്നത് സങ്കല്പിക്കാനൊക്കാത്തൊരു ലെവലിലേക്കല്ലേ. വലിയ ചിലവ് വരുന്ന ഒരു പ്രോജക്റ്റാണ് ഈ വെസ്റ്റ് കോസ്റ്റ് കനാൽ. അത് നടക്കുന്നു. കേരളത്തിൽ ഇപ്പം ഒരു ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചെങ്കിലും സ്ട്രെച്ചസ് കോസ്റ്റൽ ഹൈവേ 14 മീറ്റർ വീതിയിൽ ഒരു സൈക്കിൾ ട്രാക്കോടുകൂടി നല്ലൊരു ദൂരം നമുക്ക് നിർമ്മിക്കാൻ കഴിയും.